ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് വീണ്ടും നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നു. പക്ഷേ ഇപ്പോൾ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ നാഷണൽ ഡേയുടെ ദിവസമായിരുന്നു വന്നത്. അന്നത്തെ ദിവസം വീണ്ടും പണി കിട്ടി. അന്ന് എന്താണെന്ന് വെച്ചാൽ അന്ന് നാഷണൽ ഡേയുടെ അന്ന് ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല. വളരെയധികം ബുദ്ധിമുട്ടായി. കാരണം ഫാമിലിക്ക് മാത്രം അലൗഡ് ആയിട്ടുള്ളൊരു ദിവസം ആയിരുന്നു അന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം ഞങ്ങളൊരു ഫാമിലിയിൽ ഒരു കോട്ടയത്തുള്ളൊരു ഫാമിലിയായിട്ട് സംസാരിച്ച് അവരെ കൂടെയാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നാഷണൽ ഡേ അന്ന് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്നത്തെ ദിവസം ഫാമിലിക്ക് മാത്രം അലൗഡ് ഉള്ള ദിവസമാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നാൽ മതി. അല്ലാത്ത പക്ഷം ഒരു പക്ഷേ ബാച്ചിലേഴ്സായിട്ട് വരുന്നവർക്കൊക്കെ വളരെ നല്ല പണി കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഈ നാഷണൽ ഡേ ദിവസം. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഫാമിലിയായിട്ട് കൂടി അവരായിട്ട് സംസാരിച്ച്, കോട്ടയത്തുള്ളൊരു ഫാമിലി ആയിരുന്നു. അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളെ മുമ്പിൽ പോകുന്ന ഫാമിലിയാണ് അവർ. അപ്പോൾ അങ്ങനെ അവരെ കൂടെ നമ്മൾ കയറി അവരെ ഫോൺ നമ്പർ വാങ്ങി. കാരണം ബൈ ചാൻസ് ഉള്ളിൽ വെച്ചുള്ള CID അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ബാച്ചിലേഴ്സായിട്ട് വന്നതാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പിടിക്കപ്പെടും. അല്ലാത്ത പക്ഷം നിങ്ങളെ രക്ഷപ്പെടാൻ ഈ ഫാമിലിയായിട്ട് വന്നുള്ളൂ. നമ്മൾ മിസ്സിങ്, നമ്മളവരെ കാണാൻ കഴിഞ്ഞില്ല, അവർ വേറെ ഭാഗത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വരുന്നവർ ബാച്ചിലേഴ്സായിട്ട് വരുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ദിവസമാണ് ഫാമിലിക്ക് അലോഡ് മാത്രമുള്ള ദിവസം ആ ദിവസം വരാതിരിക്കുക, പിറ്റേ ദിവസം വരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒരുപാട് കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാണാനുണ്ട്. കാരണം 40-45 രാജ്യങ്ങളിലെ എല്ലാ ആഘോഷങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാ ആഘോഷം തന്നെ ഫുഡ് മുതൽ ഡ്രസ്സ്, അതുപോലെ തന്നെ ആഘോഷങ്ങളും മറ്റുള്ള സെലിബ്രേഷൻസ്, അങ്ങനത്തെ എല്ലാ ആഘോഷങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ഓരോരോ പവലിയൻ, ഇന്ത്യൻ, പാകിസ്ഥാൻ, യൂറോപ്യൻ കൺട്രികൾ, ഏഷ്യൻ കൺട്രികൾ, ആഫ്രിക്കൻ കൺട്രികൾ, അങ്ങനത്തെ എല്ലാ രാജ്യങ്ങളിലെയും പവലിയൻസ് ഇവിടെ ഉണ്ട്. ഓരോ പവലിയൻസിൽ നമുക്ക് കയറി ഇറങ്ങി അവിടുത്തെ ആഘോഷങ്ങളും നൃത്തങ്ങളും പാട്ടുകളും ഗാനങ്ങളും അങ്ങനത്തെ എല്ലാ സെലിബ്രേഷൻസും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ലോകത്തെവിടെയും ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് UAE ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള ഒരു ഗ്ലോബൽ വില്ലേജ് പ്രോഗ്രാമാണിത്. ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഈ ഗ്ലോബൽ വില്ലേജിലേക്ക് വരുന്നത് തന്നെ 2023 ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ അനുഭവം, നമുക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ടൈമിങ്ങിൻ്റെ പ്രശ്നം വന്നു. സെക്കൻഡ് ഡേയ്സ് വന്നപ്പോൾ ഫാമിലി അലോഡ് മാത്രം ഉള്ളൂ എന്നുള്ളൊരു വിഷയം വന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലേക്ക് കയറി ഒരുപാട് വിശേഷങ്ങൾ, കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ വീഡിയോയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ, ആദ്യമായി കാണുന്നവർ നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണ് നിറയെ കാണാൻ പറ്റി ആസ്വദിക്കാൻ പറ്റാവുന്നൊരു സംഭവമാണ് നമ്മളുടെ ഗ്ലോബൽ വില്ലേജ്. ഈ ഗ്ലോബൽ വില്ലേജിൽ ഒരിക്കലെങ്കിലും നമ്മൾ UAE എത്തിയവർ എന്തായാലും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്, 100%. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇന്ത്യൻ പവലിയൻസിൽ ആഘോഷങ്ങളും ഒക്കെ വളരെയധികം എൻജോയ് ചെയ്ത്, എൻ്റെ ലൈഫിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇത്രയധികം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നിന്നൊരു വേറൊരു ആഘോഷം ഉണ്ടായിട്ടുണ്ടാവില്ല കുറേ വർഷങ്ങൾക്ക് ശേഷം. എന്തായാലും നമ്മൾ ഓരോരുത്തരും UAEയിലുള്ള ഓരോരുത്തരും വന്ന് കാണേണ്ട അടിപൊളി ഒരു ഐറ്റംസാണ് ഗ്ലോബൽ വില്ലേജിലെ ഈ പ്രോഗ്രാം. എന്തായാലും വന്നതിൽ വളരെയധികം തൃപ്തി തോന്നി, വളരെ സന്തോഷം തോന്നി. ഇങ്ങനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. നിങ്ങളെല്ലാവരും വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏത് ദിവസത്തിലാണ് വരുന്നത് വെച്ചാൽ ആ ദിവസത്തിൽ അന്വേഷിച്ചിട്ട് മാത്രം വരാം. നാഷണൽ ഡേ ദിവസങ്ങളിൽ വരുമ്പോൾ പ്രത്യേകം അന്വേഷിക്കാൻ മറക്കണ്ട. അതുകൊണ്ട് നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ തന്നെ ഇനി ഒരു ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മളെന്തായാലും തീർച്ചയായും ഇതിൽ ഉൾപ്പെടുത്തും. അത് കൂടുതലും ഇന്ത്യൻ പവലിയൻസിനെ കുറിച്ചുള്ളതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഗുഡ് ബൈ.